വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സന്ദേശങ്ങൾ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ഈ പ്രോഗ്രാം വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ആഴ്ചയിലും എന്തുമാത്രം പ്രസംഗങ്ങളാണ് മാർപ്പാപ്പയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്. രാഷ്ട്രത്തിൻ്റെ നേതാക്കളോട്, അവിടുത്തെ സന്ദർശിക്കുന്ന ജനങ്ങളോട്, ഗ്രൂപ്പുകളോട്, മതബോധനപരമായ പ്രബോധനം ബുധനാഴ്ചകളിൽ വത്തിക്കാനിൽ ഒന്നിച്ചു കൂടുന്ന ജനങ്ങളോട് അഭിമുഖ സംഭാഷണത്തിൽ ഇങ്ങനെ ധാരാളം പ്രസംഗങ്ങളാണ് മാർപ്പാപ്പ പറയുന്നത്. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പ്രസംഗങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ ആഗോള യുവജന ദിനത്തെക്കുറിച്ച്, പോർച്ചുഗലിലെ ലിസ്ബണിൽ നടന്നതിനെക്കുറിച്ച് നിങ്ങളോട് പൊതുവിൽ ചില കാര്യങ്ങൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും ഏതാനും എപ്പിസോഡുകൾക്ക് മുമ്പ്. ഇന്ന് ഞാൻ അവിടെ മാർപ്പാപ്പ പറഞ്ഞൊരു പ്രസംഗം, അത് വളരെ പ്രസക്തമായതുകൊണ്ടും നാം എല്ലാവരും കേട്ടിരിക്കുന്നത് നല്ലതാകുന്നത് കൊണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ആ യുവജന സമ്മേളനം അതിൻ്റെ സ്വാഗത മീറ്റിങ്ങിലാണ് മാർപ്പാപ്പ ഞാനിപ്പോൾ പറയുന്ന പ്രസംഗം അവതരിപ്പിച്ചത്. ഓഗസ്റ്റ് 3-ാം തീയതിയാണ്, വ്യാഴാഴ്ചയാണ്. നമുക്കറിയാം 37ാമത് ലോക യുവജന ദിനത്തിൻ്റെ ഒരു സ്വീകരണ നടപടികളിലാണ് മാർപ്പാപ്പ ഈ പ്രസംഗം പറഞ്ഞത്. മാർപ്പാപ്പ തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. അവിടെ മാർപ്പാപ്പ പറഞ്ഞ പ്രധാനപ്പെട്ട ആശയം ഇതാണ്: ദൈവം ഓരോ വ്യക്തിയെയും പേര് ചൊല്ലി വിളിക്കുന്നതിനാൽ സഭ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി സന്നിഹിതരായ ലക്ഷക്കണക്കിന് യുവജനങ്ങളെ പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിച്ചു. ഇതാണ് പ്രധാനപ്പെട്ട ആ സന്ദേശം. 15 ലക്ഷത്തോളം ചെറുപ്പക്കാർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന വിവരം നമുക്ക് അറിയാമല്ലോ. മാർപ്പാപ്പ പറയും, ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചെങ്കിൽ അതിൻ്റെ അർത്ഥം നാം ഓരോരുത്തരും ദൈവത്തിന് വെറും ഒരു സംഖ്യ മാത്രമല്ല, മറിച്ച് ഒരു മുഖവും ഒരു ഹൃദയവുമാണ് എന്ന ഭാഷയാണ് മാർപ്പാപ്പ പറഞ്ഞത്. സ്പാനിഷ് ഭാഷയിലാണെന്ന് അവിടെ പ്രസംഗിച്ചത്. നമുക്കതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് തന്നെ വരാം. മാർപ്പാപ്പ തുടങ്ങിയത് എല്ലാ യുവജനങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും നല്ല ഒരു സായാഹ്നം ഞാൻ ആശംസിക്കുന്നു. വൈകുന്നേരമാണ് സ്വീകരണ ക്രമം നടന്നത്. പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു, ഒപ്പം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അതായിരുന്നു ആദ്യത്തെ വാക്ക്. നിങ്ങളെയെല്ലാം കാണാൻ കഴിഞ്ഞതിലും നിങ്ങൾ പുറപ്പെടുവിക്കുന്ന മനോഹരമായ ശബ്ദം കേൾക്കാൻ കഴിഞ്ഞതിലും എനിക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പാപ്പ പറഞ്ഞു. എല്ലാവരും ഇങ്ങനെ ഇത്രയും പേര് 15 ലക്ഷം പേര് ഒന്നിച്ചു കൂടുമ്പോൾ ഉണ്ടാകുന്ന സ്വരം നമുക്കറിയാമല്ലോ. പ്രസംഗ സമയത്ത് നിശബ്ദതയാണെങ്കിലും അവരെ എഡ്വേർഡ് 7-ാമൻ പാർക്കിലാണ് ഇത് സംഭവിച്ചത്. നിങ്ങൾ പകരുന്ന സ്നേഹം പങ്കിടാൻ എനിക്ക് ആനന്ദമുണ്ട്, മാർപ്പാപ്പ പറഞ്ഞു. ഒരുമിച്ച് ലിസ്ബണിലായിരിക്കുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞു. പത്രോസ്ലീഹ പറഞ്ഞതുപോലെയാണ് ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് രൂപാന്തരീകരണ സമയത്ത് പറഞ്ഞല്ലോ. നിങ്ങളെ ക്ഷണിച്ചത് ഞാനും ലിസ്ബണിലെ പാത്രിയാർക്കീസും ചേർന്നാണ്. മാർപ്പാപ്പമാരാണ് ഈ ആഗോള യുവജന ദിനം വിളിച്ചു കൂട്ടുന്നത്. വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയാണ് തുടക്കം കുറിച്ചത്. നമുക്കിതെല്ലാം അറിയാം. ഞാൻ ആ കാര്യങ്ങളെപ്പറ്റിയും ഈ ഒരു എപ്പിസോഡിൽ ചർച്ച ചെയ്തത് തന്നെയാണ്. ഈ ജനങ്ങൾക്കെല്ലാം സ്വാഗതം ചെയ്തത് ആ പാത്രിയാർക്കീസ് തന്നെയാണ്. അതിനും മാർപ്പാപ്പ നന്ദി പറഞ്ഞു അദ്ദേഹത്തിന്. നിങ്ങളുടെ മെത്രാന്മാരും വൈദികരും മതബോധന അധ്യാപകരും യുവ നേതാക്കളും നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എല്ലാവരും എല്ലായിടത്തും ഓർഗനൈസ് ചെയ്താണല്ലോ വന്നിരിക്കുന്നത്. നിങ്ങളെ ക്ഷണിച്ച എല്ലാവർക്കും, ഈ സമ്മേളനം സാധ്യമാക്കാൻ പ്രയത്നിച്ച എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. ഒരു നന്ദിയുടെ വികാരത്തിലാണ് ആ സമ്മേളനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് മാർപ്പാപ്പ പറഞ്ഞ എല്ലാവർക്കും നല്ലൊരു കരഘോഷം നമുക്ക് നൽകാം.
ചെറുപ്പക്കാർ എല്ലാവരും വളരെ സന്തോഷത്തോടെ അത് നടത്തി. എല്ലാത്തിനുമുപരി മാർപ്പാപ്പ പറഞ്ഞു, ഇതൊക്കെ ആണെങ്കിലും നിങ്ങളെ ക്ഷണിച്ചത് ഈശോയാണ്, നിങ്ങളെ ഇവിടേക്ക് ക്ഷണിച്ചത് അവിടുന്നാണ്. അപ്പോഴത്തേക്കും എല്ലാ പിള്ളേരും യുവജനങ്ങളും കൈകളടിച്ച് സന്തോഷം പ്രകടമാക്കി. മാർപ്പാപ്പ തുടർന്നു, നിങ്ങൾ അവിചാരിതമായി ഇവിടെ എത്തിയവരല്ല, കർത്താവ് നിങ്ങളെ വിളിച്ചതാണ്. ഈ ദിവസങ്ങളിലെല്ലാം നിങ്ങളുടെ ദിവസങ്ങളുടെ തുടക്കത്തിൽ തന്നെ, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരംഭത്തിൽ തന്നെ അവൻ നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചു. ഇത് പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. നമുക്കറിയാം, ബൈബിൾ പറയുന്ന സന്ദേശമാണ്. നമ്മളെ പേര് ചൊല്ലി വിളിച്ച ദൈവത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ കഴിയും. ഇത് നമ്മൾ കേൾക്കണമെന്ന് മാർപ്പാപ്പ പറഞ്ഞു. വലിയ അക്ഷരത്തിൽ എഴുതിയ ഈ 3 വാക്കുകളെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാൻ ശ്രമിക്കാമെന്നും പരിശുദ്ധ പിതാവ് പറഞ്ഞു. 3 വാക്കുകളാണ് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്നതിനെ പറ്റിയാണ്. എന്തൊക്കെയാണത്? നിങ്ങൾ ആരാണ് എന്നതിൻ്റെ അർത്ഥം അത് നമുക്ക് തരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിശ നിശ്ചയിക്കുന്നത് പോലെയാണത്. അവ നിങ്ങളുടെ ഉള്ളിലാണ് എഴുതപ്പെട്ടിരിക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലാണ് എഴുതിയിരിക്കുന്നത് എന്ന കാര്യമാണ് പരിഗണിക്കേണ്ടത്. നാം ഓരോരുത്തരെയും അവിടുന്ന് പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിങ്ങളെയും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരെയും, മാർപ്പാപ്പ എന്നെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. വ്യക്തിത്വമില്ലാതെയല്ല പേര് ചൊല്ലി ഇതിനെക്കുറിച്ച് അത് വ്യക്തിത്വമില്ലാത്തതുപോലെയല്ല, പേരുള്ളത് കൊണ്ടാണ് നമുക്ക് വ്യക്തിത്വം ഉള്ളത്. പേര് ചൊല്ലി നമ്മളെ വിളിച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് നാം എപ്പോഴും ചിന്തിക്കണം, എന്നും ചിന്തിക്കണമെന്ന് പാപ്പ പറഞ്ഞു. ഈശോ എന്നെ പേര് ചൊല്ലി വിളിച്ചു. അവൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ ആലേഖനം ചെയ്തിരിക്കുന്നു. നമ്മൾ ആരാണെന്നും നിങ്ങൾ ആരാണെന്നും ആളുകളോട് പറയുന്ന ഒരു തലവാചകം പോലെയാണ് നമ്മൾ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ അത് എഴുതിയിരിക്കുന്നത് എന്നാണ് പാപ്പ പറയുന്നത്. നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിങ്ങളാരും ക്രൈസ്തവരായത് ആകസ്മികമായിട്ടല്ല, നമ്മളെ എല്ലാം പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് മാർപ്പാപ്പ വീണ്ടും വീണ്ടും ആ പ്രയോഗം പറയുകയാണ്. പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് എന്തെങ്കിലും കഴിവുണ്ടാകുന്നതിന് മുമ്പ്, നമ്മൾ വഹിക്കുന്ന ഏതെങ്കിലും നിഴലുകളോ മുറിവുകളോ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ വിളിക്കപ്പെട്ടു എന്ന് പാപ്പ പറയുകയാണ്. എന്തുകൊണ്ടാണത്? കാരണം നാം സ്നേഹിക്കപ്പെടുന്നു എന്നതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം ഒറ്റ കാരണമേ ഉള്ളൂ, അവിടുന്ന് നമ്മളെ സ്നേഹിച്ചു. ഇത് മനോഹരമായ കാര്യമാണ്. ഇതാണ് നമ്മുടെ വിളിയുടെ, നമ്മുടെ അസ്തിത്വത്തിൻ്റെ അർത്ഥമായി നിലകൊള്ളുന്നത്. ഈ കാര്യമാണ് ഓർത്തുകൊണ്ടാണ് നാം നമ്മുടെ ജീവിതം ഈ ലോകത്ത് കരുപ്പിടിപ്പിക്കേണ്ടത്. ദൈവത്തിൻ്റെ കണ്ണിൽ നാം വിലപിടിപ്പുള്ള കുട്ടികളാണ്, ചെറുപ്പക്കാരാണ്, മനുഷ്യരാണ്. അവൻ നമ്മളെ ഓരോ ദിവസവും വിളിക്കുന്നത് ആശ്ലേഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനും അതുല്യവും മൗലികവുമായ ഒരു സൃഷ്ടി ആക്കാനുമാണ്. പാപ്പ പറയുകയാണ്. അതിനാണ് ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകുന്നത്. ഈ ബോധ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതം ഉഴപ്പി നമ്മളെ നശിപ്പിച്ച് കളയാൻ സാധ്യത ഏറെയാണ്. നമ്മൾ ഓരോരുത്തരും മൗലികമാണ്, ഒറിജിനലാണ്. അവരുടെ സൗന്ദര്യം നമ്മൾക്ക് കാണാൻ തുടങ്ങാം. അതുകൊണ്ട് മറ്റുള്ളവരുടെ, ഓരോരുത്തരും അനന്യരായതുകൊണ്ട്, യുണീക്കായതുകൊണ്ട് അവരുടെ സൗന്ദര്യം, നന്മ, മഹത്വം കാണാൻ പഠിക്കുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ആ പേര് ചൊല്ലി വിളിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ബൈബിളിലെ ഒരു വാചകമാണ്. ഓരോരുത്തരും ജനിക്കുന്നതിന് മുമ്പേ നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചു എന്ന് ജെറമിയായോടൊക്കെ പറഞ്ഞ വാക്കുകളുടെ ഒരർത്ഥമാണ് ബൈബിൾ കൃത്യം ഉദ്ധരിച്ചില്ലെങ്കിലും പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്, എല്ലാ ആളുകളെയും ഓർമ്മിപ്പിക്കുന്നത്. മാർപ്പാപ്പ തുടർന്നു, പ്രിയ യുവജനങ്ങളെ, യുവജന ദിനത്തിൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ നമുക്ക് പരസ്പരം സഹായിക്കാം. ഞാൻ പേര് ചൊല്ലി വിളിക്കപ്പെട്ടവനാണ് എന്ന കാര്യം ഓർക്കാൻ ഈ ദിവസങ്ങൾ ഇടയാകണം. ഈ മഹാസംഭവം കാരണമാകണം. അതിന് നിങ്ങൾ പരസ്പരം സഹായിക്കണം എന്ന് പരിശുദ്ധ പിതാവ് പറഞ്ഞു വയ്ക്കുകയാണ്. ഈ നാളുകളിൽ ദൈവസ്നേഹത്തിൻ്റെ വിളി മുഴങ്ങട്ടെ.
മറ്റാരും സ്നേഹിച്ചില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ അനുഭവത്തിൽ നമുക്ക് എത്രയോ വിശുദ്ധരാണ് ഈ സ്നേഹ അനുഭവത്തിൽ തങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിച്ചിട്ടുള്ളത്. കൊച്ചു തെരേസ്യ വളരെയധികം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വിശുദ്ധയാണ്. ആ കൊച്ചു തെരേസ്യ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ച് ചെറുപ്പം മുതൽ മരിക്കുന്നിടം വരെ, വളരെ ചെറുപ്പത്തിൽ മരിച്ച് 24-ാം വയസ്സിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നു, ഈ ഒരു ബോധ്യത്തിലാണ് നമ്മുടെ ജീവിതം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം നമുക്ക് തരുന്ന വലിയ ഉറപ്പ്. കാരണം ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിഷേധാത്മകതയിൽ മങ്ങുകയും അലസോരങ്ങളിൽ ഉലയുകയും ചെയ്യുമെന്ന വസ്തുത ഉണ്ടായിരുന്നിട്ടും നാം ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ വിലപ്പെട്ടവരാണ്. ഈ ഒരു ബോധ്യത്തിലാണ് ജീവിതം കരുപ്പിടിപ്പിക്കേണ്ടത്. വീണ്ടും നമുക്ക് കാണാൻ കഴിയും, ഈ ദിവസങ്ങളിൽ എൻ്റെ പേരും നിങ്ങളുടെ പേരും പല രാജ്യങ്ങളിലും പല ഭാഷകളിലുമുള്ള സഹോദരീ സഹോദരന്മാർ സൗഹൃദത്തോടെ പറയുമ്പോൾ ചരിത്രത്തിൽ അതുല്യ വാർത്തകളായി അത് പ്രതിധ്വനിക്കുമെന്ന് പാപ്പ പറയുകയാണ്. എന്തെന്നാൽ ദൈവത്തിൻ്റെ ഹൃദയം നിങ്ങൾക്കായി പ്രത്യേകം സ്പന്ദിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന പോലെ നമ്മൾ സ്നേഹിക്കപ്പെടുന്നുവെന്ന് നമ്മുടെ ഹൃദയം തിരിച്ചറിയുന്നതാകട്ടെ ഈ നാളുകൾ. അതിനുള്ള അവസരമാകട്ടെ. തീർച്ചയായും അവിടെ പങ്കെടുത്ത യുവജനങ്ങളെല്ലാം ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ചും തങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ചും എന്തൊരഭിമാനത്തോടെയാണ് തിരിച്ചു വന്ന് അതാത് സ്ഥലങ്ങളിൽ അതാത് നാടുകളിൽ പങ്കുവെച്ചത് എന്നത് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെ ആകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നമ്മളായിരിക്കുന്നത് പോലെ നമ്മളാകാൻ ആഗ്രഹിക്കുന്നത് പോലെയല്ല, നമ്മളായിരിക്കുന്നത് പോലെ അവിടുന്ന് നമ്മളെ സ്നേഹിക്കുന്നു എന്നതാണ് പ്രധാനം. നമ്മുടെ ഹൃദയം അതാണ് തിരിച്ചറിയേണ്ടത്. ഈ ലോക യുവജന ദിനത്തിൻ്റെ തുടക്കം ഇതാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞു വെച്ചു. അത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ പുത്തൻ തുടക്കവുമാകട്ടെ എന്നും മാർപ്പാപ്പ പറയുകയാണ്. യുവജന ദിനം യുവതീ യുവാക്കന്മാരെ ഒരുക്കങ്ങളില്ലാതെ നമ്മളായിരിക്കുന്നത് പോലെ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു, നിങ്ങൾക്കത് മനസ്സിലാകുന്നുണ്ടോ എന്ന് പാപ്പ ചോദിച്ചു. നമ്മൾ ഓരോരുത്തരും പേര് ചൊല്ലി വിളിക്കപ്പെട്ടിരിക്കുന്നു. മാർപ്പാപ്പ എത്ര പ്രാവശ്യമാണ് ആ പേര് പറയുന്നത്? ഒരു പല്ലവി പോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് വെറും ഒരു ആലങ്കാരിക പ്രയോഗമല്ല. പാപ്പ തുടരുന്നു, വാസ്തവമായും ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ഇവിടെയാണ് മാർപ്പാപ്പ ബൈബിൾ ഉദ്ധരിക്കുന്നത്. ഏശയ്യായുടെ പുസ്തകം 43 1-ാം വാചകം ഇതാണ് പറയുന്നത്. തിമോത്തിക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 9-ാം വചനത്തിലും ഈ സത്യമാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതാണ് മാർപ്പാപ്പ തൻ്റെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ സംബോധന ചെയ്തുകൊണ്ട് പാപ്പ പറയുകയാണ്, ദൈവം നിങ്ങളെ പേര് ചൊല്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് നമ്മളാരും വെറുമൊരു സംഖ്യയല്ല. ഞാൻ ആമുഖത്തിൽ അതാണ് പറഞ്ഞത്. ഈ പ്രസംഗത്തിൻ്റെ കാതൽ അതാണ്. നമ്മൾ വെറും ഒരു സംഖ്യയല്ല, നമ്പറല്ല, മറിച്ച് ഒരു മുഖവും ഒരു ഹൃദയവുമാണ്. ഒരു മുഖമുള്ളവരാണ്, ഹൃദയമുള്ളവരാണ്. ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മാർപ്പാപ്പ പറയുകയാണ് ആധികാരികമായി, പലർക്കും നിങ്ങളുടെ പേര് അറിയാമെങ്കിലും അവരൊന്നും നിങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്നില്ല എന്ന് പറയുകയാണ്. പേരറിയാം, പക്ഷെ വിളിക്കുന്നില്ല. തീർച്ചയായും നിങ്ങളുടെ പേര് അറിയപ്പെടുന്നതാണ്. ചുരുക്കം പേർക്കെങ്കിലും അറിയാമല്ലോ, നിങ്ങളുടെ ചുറ്റും അറിയപ്പെടുന്നതാണ്. ലൈക്കുകളും മുൻഗണനകളുമായി ബന്ധപ്പെടുത്തുന്ന അൽഗോരിതങ്ങളായി ക്രമീകരിക്കപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ അത് ദൃശ്യമാകുന്നു. അവിടെയാണ് വരുന്നത്. നമ്മളെ ചെറുപ്പക്കാരോട് പറയുന്നത് കൊണ്ട് ലൈക്കും ഡിസ്ലൈക്കും ഒക്കെ ഉള്ള ആ പശ്ചാത്തലത്തിലാണ് മാർപ്പാപ്പ അത് പറഞ്ഞു പോകുന്നത് എന്ന് നമുക്ക് ഓർക്കാം. അതിലൊതുങ്ങി നിൽക്കുകയാണ്, പേര് വിളിക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഉപയോഗമായിരിക്കാം. അതുകൊണ്ട് പ്രശ്നമില്ല. അത് തരത്തിൽ അതങ്ങനെ തീർന്നു പോകരുത് എന്ന് പറയുകയാണ്. വിപണിയെക്കുറിച്ച് പഠിക്കുന്നവർക്ക് ഇതെല്ലാം പ്രയോജനപ്പെടുന്നു. എന്നിട്ടും നിങ്ങളുടെ അതുല്യതയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് നിങ്ങളെ സമീപിക്കാൻ തുടങ്ങുന്നില്ല എന്നാണ് മാർപ്പാപ്പ വിലപിക്കുന്നത്.
നിങ്ങളുടെ ആ വ്യക്തിത്വം, മഹത്വം, അനന്യത കാണുന്നില്ല എന്നതാണ്. അപ്പോൾ അതിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. ഇന്നത്തെ ലോകത്തിൽ നിങ്ങൾ അനോണിമസായി തീർന്നു പോകാൻ ഇടയാകരുത് എന്നതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നതാണ്. നിങ്ങളെ സ്നേഹിക്കുന്നില്ലെങ്കിലും നിങ്ങളെ അറിയാമെന്ന നാട്യത്തോടെയുള്ള കപട നന്മകൾക്ക് പിന്നിൽ എത്ര കുറുക്കന്മാർ ഒളിഞ്ഞിരിക്കുന്നു എന്നും മാർപ്പാപ്പ ചോദിക്കുകയാണ്. അവർ നിങ്ങളിൽ വിശ്വസിക്കുകയും നിങ്ങൾ വലിയ ഒരാളായി മാറുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ പ്രസക്തി നഷ്ടപ്പെടുമ്പോൾ നിങ്ങളെ ഉപേക്ഷിക്കുന്ന അവസ്ഥയാണുള്ളത്. അയഥാർത്ഥ ലോകത്തെ മായകളാണ് ഇവയെല്ലാം. വെർച്വൽ വേൾഡ്, ടി വിയിലൂടെയും മാധ്യമങ്ങളിലൂടെയും നമ്മൾ കാണുന്നത് വെർച്വലായ ഒരു ലോകമാണ്, അയഥാർത്ഥമായ ഒരു ലോകമാണ്. അതിൻ്റെ മായയായിട്ടാണ് തീരുന്നത്. അങ്ങനെ തീരരുത് എന്ന് മാർപ്പാപ്പ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ചതിയിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പാപ്പ പറഞ്ഞു. കാരണം നമ്മെ ആകർഷിക്കുകയും ആനന്ദം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന പല യാഥാർത്ഥ്യങ്ങളും പിന്നീട് ശരിക്കും എന്താണെന്ന് വെളിപ്പെടുന്നു. സോപ്പ് കുമിളകളും നമുക്ക് ആവശ്യമില്ലാത്ത ഉപരിപ്ലവമായ സാധനങ്ങളും നമ്മുടെ ഉള്ളിനെ ആക്കുന്നത് പോലെയല്ല. ഈശോ നിങ്ങളെ വിശ്വസിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് വിശ്വസിക്കുന്നു. കാരണം ഓരോരുത്തരും അവന് പ്രധാനപ്പെട്ട ആളാണ്. നമ്മൾ ഓരോരുത്തരും അവന് പ്രധാനമാണ്. ഈശോ അങ്ങനെയാണ്, മറ്റ് ലോകം അങ്ങനെയല്ല. ലോകത്തിൻ്റെ അപകടത്തെ പറ്റിയുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് മാർപ്പാപ്പ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അവൻ്റെ സഭ, നമ്മൾ അവൻ്റെ സഭയാണ്. വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ ഒരു സമൂഹമാകുന്നത് അതുകൊണ്ടാണ്. മാർപ്പാപ്പ പറഞ്ഞു, അവൻ്റെ സഭ വിളിക്കപ്പെട്ടിരിക്കുന്നവരുടെ ഒരു സമൂഹമാണ്. മറ്റുള്ളവരെക്കാൾ മികച്ച ആളുകളല്ല നമ്മൾ, അല്ല. മാർപ്പാപ്പ തർപ്പിച്ച് പറയുകയാണ്, ആവർത്തിക്കുകയാണ്, തീർച്ചയായും അല്ല. മറിച്ച് പാപികളുടെ ഒരു ആളുകളാണ് നമ്മൾ. നമുക്കും പാപമുണ്ട്. അങ്ങനെ വിളിക്കപ്പെടുന്നു. നമുക്ക് അതിനെക്കുറിച്ച് അല്പസമയം മാർപ്പാപ്പ പറയുകയാണ്, ഗൗരവമായി ചിന്തിക്കാം. നമ്മളായിരിക്കുന്നത് പോലെയാണ് നമ്മൾ വിളിക്കപ്പെടുന്നത്. പാപാവസ്ഥയിൽ വിളിക്കപ്പെടാം. വിശുദ്ധനാകാനാണ് ആ വിളി, നന്മയിലേക്ക് വരാനാണ് നമ്മൾ വിളിക്കപ്പെടുന്നു. നമ്മളായിരിക്കുന്നത് പോലെ നല്ലവരായതുകൊണ്ടല്ല നമ്മൾ വിളിക്കപ്പെട്ടത്. അതെപ്പോഴും മാർപ്പാപ്പ പറയുന്ന ഒരു ചിന്തയാണ്. നമ്മുടെ യഥാർത്ഥ അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ അത് നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. നമ്മുടെ പ്രശ്നങ്ങളോടും പരിമിതികളോടും കവിഞ്ഞൊഴുകുന്ന നമ്മുടെ ആനന്ദത്തോടും നന്നാകാനും ഈ ലോകത്ത് മുന്നോട്ട് പോകാനുമുള്ള നമ്മുടെ ആഗ്രഹത്തോടും ആണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളായിരിക്കുന്നത് പോലെയാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളായിരിക്കുന്നത് പോലെയാണ് സ്നേഹിക്കപ്പെടുന്നത്. അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പാഠം ദൈവം നമുക്ക് നൽകുന്നത്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഇത് ചിന്തിക്കണമെന്ന് മാർപ്പാപ്പ ധ്യാനിക്കണമെന്ന് പറയുകയാണ്. ഈശോ എന്നെ വിളിച്ചത് ഞാൻ ആയിരിക്കുന്നത് പോലെയാണ്, അല്ലാതെ ഞാൻ എങ്ങനെ ആയിരിക്കണമെന്നത് പോലെയല്ല. ഈശോ നമ്മളെ വിളിക്കുന്ന നമ്മളാകണം, അതിനാണ് ആ വിളി. അത് സത്യമാണ്. നമ്മൾ ഈശോയിലുള്ള സഹോദരീ സഹോദരന്മാരുടെ ഒരു സമൂഹമാണ് എന്ന് ഓർക്കണം. ഒരേ പിതാവിൻ്റെ മകനും മകളുമാണ് എന്ന് ഓർക്കണം. വീണ്ടും മാർപ്പാപ്പ അവരെ സ്നേഹിതരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് വ്യക്തമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അസത്യങ്ങളോടും പൊള്ളയായ വാക്കുകളോടും നിങ്ങൾക്ക് വെറുപ്പുണ്ട് എന്നെനിക്കറിയാം. സഭയിൽ എല്ലാവർക്കും ഇടമുണ്ട്. എല്ലാവർക്കും സഭയിൽ ആരെയും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ അവശേഷിപ്പിക്കുകയോ ചെയ്യില്ല. എല്ലാവർക്കും ഇടമുണ്ട്. അതാണ് നാളെ ഈ ഒക്ടോബർ 4-ാം തീയതി ആരംഭിക്കുന്ന സിനഡിൽ സംഭവിക്കാൻ പോകുന്നത്. സിനഡാലിറ്റി, എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്യുന്ന ഒരു സഭയെക്കുറിച്ചുള്ള സ്വപ്നമാണ് മാർപ്പാപ്പ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ഈശോയുടെ ഒരു ഉപമയുണ്ടല്ലോ, ഒരാൾ വിരുന്നിന് ആളുകളെ ക്ഷണിക്കാൻ അനുയായികളെ അയച്ചപ്പോൾ അവൻ അവരോട് പറഞ്ഞത് പുറത്തു പോയി എല്ലാവരെയും കൊണ്ടുവരിക എന്നാണ്. യുവജനങ്ങളെയും വയോധികരെയും ആരോഗ്യമുള്ളവരെയും ദുർബലരെയും നീതിമാന്മാരെയും പാപികളെയും എല്ലാവരെയും.
എല്ലാവരെയും മാർപ്പാപ്പ ആവർത്തിച്ച് പറയുകയാണ്. സഭയിൽ എല്ലാവർക്കും ഇടമുണ്ട്. പിതാവേ, ഞാൻ നികൃഷ്ടനാണ്, എനിക്ക് ഇടമുണ്ടോ ചോദിക്കാം നമ്മൾ. എല്ലാവർക്കും ഇടമുണ്ട് ഈശോ പറയുകയാണ്. ഇപ്പോൾ ഒരുമിച്ച് എല്ലാവർക്കും എന്ന് എന്നോടൊപ്പം അവരവരുടെ ഭാഷയിൽ ആവർത്തിച്ച് പറയുക എന്ന് മാർപ്പാപ്പ അവരോട് ആവശ്യപ്പെട്ടു. ഓരോരുത്തരുടെയും ഭാഷയിൽ എല്ലാവർക്കും ഇടമുണ്ട് എന്ന കാര്യം. അപ്പോൾ മാർപ്പാപ്പ പറയും, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, തിരിയുന്നില്ല, ഉറക്കെ പറയുക. എല്ലാവരെ കൊണ്ടും എല്ലാവർക്കും ഇടമുണ്ട് സഭയിൽ എന്ന് പറയിപ്പിച്ചു. അതാണ് സഭ. മാർപ്പാപ്പ പറഞ്ഞു, എല്ലാത്തിൻ്റെയും അമ്മ. അവിടെ എല്ലാവർക്കും ഇടമുണ്ട്. കർത്താവ് വിരൽ ചൂണ്ടുന്നില്ല, മറിച്ച് കരങ്ങൾ തുറക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിചിത്രമാണ്. മാർപ്പാപ്പ പറയും, കർത്താവിന് ഇത് എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ല. എന്നാൽ അത് കരങ്ങൾ വിശാലമായി തുറന്നുകൊണ്ട് അവൻ നമ്മളെ എല്ലാം ആശ്ലേഷിക്കുന്നു. ചുരുക്കാൻ അവൻ അറിയത്തില്ല, അവൻ്റെ കൈകൾ എപ്പോഴും തുറന്നിരിക്കുന്നതാണ് എന്ന് പറയാം. കുരിശിൽ കിടക്കുന്ന ഈശോയെ അവൻ നമുക്ക് കാണിച്ചു തരുന്നു. അവൻ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടാനും മരിക്കാനുമായി കരങ്ങൾ വിശാലമായി തുറന്നവനാണ്. മരണം അതാണല്ലോ, കൈവിരിച്ച് എല്ലാം കൊടുക്കുക, ജീവൻ പോലും കൊടുക്കുക. കുരിശിനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോ ഒരിക്കലും വാതിലുകൾ അടയ്ക്കുന്നില്ല, ഒരിക്കലും. മാർപ്പാപ്പ അത് എപ്പോഴും ഇങ്ങനെ ആവർത്തിച്ച് പറയും, ഒരിക്കലും. എന്നാൽ പ്രവേശിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അവിടുന്ന് ചെയ്യുന്നത്. വന്ന് കാണുക, ഈശോയുടെ വാക്കുകളാണല്ലോ. ഈശോ അവനെ സ്വീകരിക്കുന്നു, അവിടുന്ന് സ്വാഗതം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഓരോരുത്തരും ഈശോയുടെ സ്നേഹം പ്രസരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളത് ചെയ്യണമെന്ന് മാർപ്പാപ്പ പറയുകയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ വിളിക്കുന്നു. ഇതെത്രയോ മനോഹരമായ കാര്യമാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നു, ദൈവം എന്നെ വിളിക്കുന്നു. വ്യക്തിപരമായി നമ്മൾ അറിയണം, അവനോട് അടുത്തായിരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യണം. ഇതാണ് മാർപ്പാപ്പ ആഗോള യുവജന ദിനത്തിൽ അതിൻ്റെ ആദ്യ ദിവസം എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് പറഞ്ഞത്. നമ്മുടെ മഹത്വത്തെപ്പറ്റി ചിന്തിക്കാൻ ഇടയാകണം. നമ്മൾ വെറും ഒരു തരം താഴ്ന്ന ആളുകളല്ല, ദൂരെ നിൽക്കേണ്ടവരല്ല. നമ്മൾ പൂർണ്ണമായി അംഗത്വമുള്ളവരാണ്, വ്യക്തിത്വമുള്ളവരാണ്, അനന്യരാണ്, മുഖമുള്ളവരാണ്, ഹൃദയമുള്ളവരാണ്. ഈ ഒരു ബോധ്യത്തോടെ നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വിശ്വാസികളെന്ന നിലയിൽ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സന്ദേശവുമായി കണ്ടുമുട്ടാൻ കർത്താവായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു.